ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സബ്ട്രാക്ഷൻ എങ്ങനെയാ എഴുതുന്നേ, സബ്ട്രാക്ഷൻ എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ പഠിച്ചില്ലേ? പഠിച്ചോ? യെസ്. ഇനി നമുക്ക് അഡീഷനും സബ്ട്രാക്ഷനും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. ഓക്കെ, അഡീഷനും സബ്ട്രാക്ഷനും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. അതെന്താന്ന് നോക്കാം. മിസ് ആദ്യം സബ്ട്രാക്ഷൻ തുടങ്ങുമ്പോഴേ പറഞ്ഞില്ലേ, നമ്മുടെ കയ്യിലുള്ളത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത്, വിട്ട് കളയുന്നതിനാണ് സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അഡീഷൻ എന്ന് പറഞ്ഞാലോ, നമ്മുടെ കയ്യിലേക്ക് എക്സ്ട്രാ വരുന്നത്, അതിനെയാണ് അഡീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ നമ്മുടെ കയ്യിലേക്ക് വന്നാലല്ലേ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കാൻ പറ്റൂ, അല്ലേ? നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് വേറെ ആർക്കെങ്കിലും അത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ അഡീഷനും സബ്ട്രാക്ഷനും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്, ഒരു ബന്ധമുണ്ട്. അതെന്താന്ന് നോക്കാം. ഓക്കെ, പേജ് നമ്പർ 66 ഒന്ന് എടുത്ത എല്ലാവരും. പേജ് നമ്പർ 66 എടുത്തോ. അതിനകത്ത് എക്സസൈസ് 1.3 തൊട്ട് താഴെ റിലേഷൻ ബിറ്റ്വീൻ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ കണ്ടോ? ഒരു ഹെഡിങ് ഉണ്ടല്ലോ അവിടെ, കുറെ കളർ പെൻസിലിന്റെ പിക്ചറൊക്കെ കൊടുത്തിട്ട് കണ്ടില്ലേ? ഓക്കെ, അപ്പോ നിങ്ങളുടെ കയ്യില് ഒരു 5 കളർ പെൻസിൽ ഉണ്ട് എന്ന് വിചാരിക്കുക, ക്രയോൺ 5 ക്രയോൺ ഉണ്ട്. നിങ്ങളുടെ ചേച്ചി എന്ത് ചെയ്തു, ഒരു 2 ക്രയോണും കൂടി നിങ്ങൾക്ക് തന്നു. 5 ക്രയോൺ ഉണ്ടായിരുന്നു, 5 ക്രയോൺ ഉണ്ടായതിന്റെ കൂടെ നിങ്ങളുടെ ചേച്ചി എന്ത് ചെയ്തു, 2 ക്രയോണും കൂടി തന്നു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ക്രയോൺ ആയി നിങ്ങളുടെ കയ്യില്? 5 എണ്ണം ഉണ്ടായിരുന്നു, 2 എണ്ണം കൂടി തന്നു, then total 7 crayons അല്ലേ? 5 + 2 7 crayons ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. അപ്പൊ അതിന് തൊട്ട് താഴെ 5 + 2 = 7 എഴുതിയിരിക്കുന്നുണ്ടോ? കണ്ടോ? 5 + 2 = 7 എഴുതിയിരിക്കുന്നത് കണ്ടോ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡീഷൻ ഫാക്ട്. അതിന് തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത് കണ്ടോ? സ്പെല്ലിംഗ് മിസ് വായിക്കാം. ADDITION, addition fact. FACT, addition fact. അതായത് നമ്മൾ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അഡീഷൻ ഫാക്ട് എന്ന് പറയുന്നത്. ഇനി 5 + 2 7 എന്ന് പറയുന്നതിന് 7 ക്രയോൺസ് ഉള്ളതിൽ നിന്ന് 2 ക്രയോൺസ് അങ്ങ് പൊട്ടിപ്പോയി. 2 ക്രയോൺസ് പൊട്ടിപ്പോയി. ബാക്കി എത്ര ഉണ്ടാവും? 7 ക്രയോൺസ് ഉള്ളതിൽ നിന്ന് 2 ക്രയോൺസ് പൊട്ടിപ്പോയി. എത്ര ഉണ്ടാവും? 5 ക്രയോൺസ് അല്ലേ? അതെങ്ങനെ നമ്മൾ സബ്ട്രാക്ഷൻ ആയിട്ട് എഴുതുന്നത്? 7 - 2 = 5. 7 - 2 = 5. ഇനി 7 ക്രയോൺസ് ഉള്ളതിൽ നിന്ന് 5 ക്രയോൺസ് ആണെങ്കിലോ പൊട്ടിപ്പോയത്, അതെങ്ങനെ നമ്മൾ സബ്ട്രാക്ഷൻ ആയിട്ട് എഴുതും? എങ്ങനെ എഴുതും? 7 - 5 = 2. 7 - 5 = 2. അപ്പൊ നമുക്ക് ഈ അഡീഷൻ 5 + 2 = 7 എന്ന് പറയുന്നതിന് 2 എണ്ണം സബ്ട്രാക്ട് ചെയ്യാനുള്ള 2 ഫാക്ട്സ് കിട്ടി. ഈ 2 എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ്ട്രാക്ഷൻ ഫാക്ട് എന്ന് പറയുന്നത്. ഒന്നുകൂടി മിസ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. All of you listen here. ഇവിടെ ശ്രദ്ധിച്ചോ, 5 + 2, 5 + 2 = 7. 5 + 2 = 7. അപ്പോ
നമ്മൾ ആദ്യം ഈ 7-ൽ നിന്ന് എന്ത് ചെയ്യുന്നു? 7-ൽ നിന്ന് 2 മൈനസ് ചെയ്യുന്നു. 7-ൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുന്നു? 7 മൈനസ് 2. 7 മൈനസ് 2 ചെയ്താൽ എന്താ കിട്ടുക? 7-ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ നമുക്ക് 5 കിട്ടും. 7-ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 5 കിട്ടും. ഇനി 7-ൽ നിന്ന് 5 മൈനസ് ചെയ്താലോ? 7 മൈനസ് 5 ചെയ്താൽ എത്ര കിട്ടും? 7-ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ 2 കിട്ടും അല്ലെ? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 7-ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ 2 കിട്ടും. 7-ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ 2 കിട്ടും. അപ്പൊ നമ്മള് ഈ 5 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 7 എന്ന് പറയുന്നതിൽ നിന്നല്ലേ ഈ രണ്ട് സബ്ട്രാക്ഷനും എഴുതിയത് അല്ലേ? ഈ 5 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 7 എന്ന് പറയുന്നതിൽ നിന്നല്ലേ ഈ രണ്ട് സബ്ട്രാക്ഷനും എഴുതിയത്? അപ്പൊ ഈ ആഡ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നു? അഡീഷൻ ഫാക്ട്. A D D I T I O N അഡീഷൻ F A C T അഡീഷൻ ഫാക്ട് എന്ന് പറയുന്നു. ഇനി ഈ രണ്ടെണ്ണം സബ്ട്രാക്ട് ചെയ്ത് എഴുതിയതിനെ എന്ത് പറയുന്നു? സബ്ട്രാക്ട് ചെയ്ത് എഴുതിയതിനെ SUBTRACTION subtraction FACTS subtraction facts. ആഡ് ചെയ്ത് എഴുതുന്നതിനെ അഡീഷൻ ഫാക്ട് എന്ന് പറയുന്നു. ഈ അഡീഷൻ ഫാക്ട് എന്ന് കണ്ടുപിടിക്കുന്ന സബ്ട്രാക്ഷൻസിനെ സബ്ട്രാക്ഷൻ ഫാക്ട്സ് എന്ന് പറയുന്നു. മനസ്സിലായോ? അഡീഷനും സബ്ട്രാക്ഷനും തമ്മിലുള്ള റിലേഷൻ മനസ്സിലായോ? മനസ്സിലായോ? നോക്കട്ടെ ആർക്കൊക്കെ മനസ്സിലായെന്ന്. മനസ്സിലായെന്ന് കൈവച്ചേ. അഡീഷനും സബ്ട്രാക്ഷനും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, വെരി ഗുഡ്. ഇനി എക്സസൈസ് 1.4 ഒന്ന് എടുത്തേ എല്ലാരും. Exercise 1.4, page number 67. Page number 67. Another write two subtraction facts for each addition fact. Addition fact തന്നിട്ടുണ്ട്, അതേപോലെ അതിന്റെ subtraction facts ഏതൊക്കെയാണെന്ന് എഴുതണം. എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റുമോ? ഒന്ന് എഴുതി നോക്കാം അല്ലെ? എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് വൺ നോക്കിയേ. 3 ബനാനാസിന്റെ കൂടെ 2 ബനാനാസ് ആഡ് ചെയ്തു. 3 plus 2 equal to 5 എന്ന് കിട്ടി. ഇനി ആ 5 ബനാനാസിൽ നിന്ന് നിങ്ങൾ 2 ബനാനാസ് തിന്നു. ബാക്കി എത്ര ഉണ്ടാവും? 3 ബനാനാസ്. 5 minus 2 is equal to 3 ആണല്ലോ. അതേപോലെ 5 ബനാനാസ് ഉള്ളതിൽ 3 ബനാനാസ് തിന്നാലോ? ബാക്കി എത്ര ഉണ്ടാവും? 2 ബനാനാസ്. അപ്പൊ അഡീഷൻ ഫാക്ട് ഇവിടെ ഏതാ? 3 plus 2 is equal to 5 ആണ് അഡീഷൻ ഫാക്ട്. അതുപോലെ സബ്ട്രാക്ഷൻ ഫാക്ട്സ് ഏതൊക്കെയാ? സബ്ട്രാക്ഷൻ ഫാക്ട്സ് ഏതൊക്കെയാ? 5 minus 2 is equal to 3 5 minus 3 is equal to 2. ഇനി അടുത്തത് ഐസ്ക്രീമിന്റെ കണക്ക്. 1 ഐസ്ക്രീം plus 3 ഐസ്ക്രീം is equal to 4 ഐസ്ക്രീം അല്ലെ? 4 ഐസ്ക്രീംസ് കയ്യിലുണ്ട്. അതിലെ 3 ഐസ്ക്രീംസ് നിങ്ങൾ കഴിച്ചാല് 4 ഐസ്ക്രീംസിൽ അതിൽ 3 കഴിച്ചാല് ബാക്കി എത്ര ഉണ്ടാവും? 1 ഐസ്ക്രീം. അതാണ് ഫസ്റ്റത്തെ സബ്ട്രാക്ഷൻ ഫാക്ട്. 4 minus 3 is equal to എത്ര എഴുതണ്ടേ? അവിടെ കോണത്തിൽ ഒന്ന് ഫില്ല് ചെയ്തേ. 4 minus 3 is equal to 1. നെക്സ്റ്റ് 4 minus 1. 4 ഐസ്ക്രീം ഉള്ളതിൽ നിന്ന് ഒരു ഐസ്ക്രീം കഴിച്ചാൽ ബാക്കി എത്ര ഉണ്ടാവും? 3 ഐസ്ക്രീം അല്ലേ? 3 ഐസ്ക്രീംസ് ഉണ്ടാവും. 4 minus 1 is equal to
4 minus 1 is equal to 3. അങ്ങനെയാണെങ്കിൽ അടുത്ത മൂന്നാമത്തെ ഒന്ന് നിങ്ങൾ എഴുതിയേ. 7 plus 2 is equal to 9. Then 9 minus 2 is equal to, as addition factor നോക്കിയാൽ മതി. 9 minus 2 എത്രയാണ്? അതിൽ തന്നെ ഉണ്ട് 7. 7 എഴുതിക്കോ. 9 minus 7 is equal to 9 ൽ നിന്ന് 7 minus ചെയ്താൽ എത്രയായിരിക്കും? അഡീഷൻ ഫാക്ടർ നോക്കിയേ, എത്ര വരാ? 9 ൽ നിന്ന് 7 minus ചെയ്താൽ 2. 2 എഴുതിക്കോ. അവിടെ 2 എഴുതിക്കോ. ഓക്കെ, എഴുതി കഴിഞ്ഞില്ലേ? അപ്പൊ അടുത്ത ബി ക്വസ്റ്റ്യനും കൂടി ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ? ഫസ്റ്റ് കംപ്ലീറ്റ് ദ അഡീഷൻ ഫാക്ട്, ദെൻ കംപ്ലീറ്റ് ദ സബ്ട്രാക്ഷൻ ഫാക്ട്. ഫസ്റ്റത്തെ നമ്മളിപ്പോ ചെയ്തതിന് തൊട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റത്തത് 6 plus 3 is equal to 9. അതാണ് അഡീഷൻ ഫാക്ട്. 9 minus 6 is equal to 3. 9 minus 6 is equal to 3. അതാണ് ഒരു സബ്ട്രാക്ഷൻ ഫാക്ട്. ഇനി അടുത്ത അഡീഷൻ ഫാക്ട് നോക്കിയേ. 5 plus dash is equal to 7. 5നോട് എത്ര കൂട്ടിയാലാണ് 7 കിട്ടുന്നത്? 5നോട് എത്ര കൂട്ടിയാലാ 7 കിട്ടുക? 5, 6, 7. 5നോട് 2 ആഡ് ചെയ്താലാണ് 7 കിട്ടുന്നത്. അപ്പൊ 5 plus 2 is equal to 7. അവിടെ 2 എഴുതിക്കോ. 2 എഴുതിയോ? 5 plus 2 is equal to 7. അങ്ങനെയാണെങ്കിൽ അതിന്റെ സബ്ട്രാക്ഷൻ ഫാക്ടർ എന്താ? 7 minus 5 is equal to 7ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. അവിടെ 2 എന്ന് എഴുതിക്കോ. എഴുതിയോ? ഓക്കെ, അടുത്തത് നോക്കിയേ. 4 plus dash is equal to 8. 4നോട് എത്ര ആഡ് ചെയ്താലേ 8 കിട്ടുക? 4, 5, 6, 7, 8. 4നോട് എത്ര ആഡ് ചെയ്താലേ 8 കിട്ടുക? 4നോട് എത്ര ആഡ് ചെയ്താലേ 8 കിട്ടുക? 4 ആഡ് ചെയ്താൽ. ഓക്കെ, അവിടെ 4 എഴുതിക്കോ. 4 plus 4 is equal to 8. 4 plus 4 is equal to 8. അങ്ങനെയാണെങ്കിൽ അതിന്റെ സബ്ട്രാക്ഷൻ ഫാക്ടർ കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്തേ. 8 minus 4 is equal to 8ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ 8ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 4 തന്നെ കിട്ടും. അവിടെ 4 എന്ന് എഴുതിക്കോ. 8 minus 4 is equal to 4. എഴുതിയോ? ലാസ്റ്റ് വൺ. 1 plus dash is equal to 6. 1നോട് എത്ര ആഡ് ചെയ്താലാ 6 കിട്ടുക? 1 plus dash is equal to 6. 1നോട് എത്ര ആഡ് ചെയ്താൽ 6 കിട്ടും? 2, 3, 4, 5, 6. 5 ആഡ് ചെയ്താൽ അല്ലേ? 1നോട് 5 ആഡ് ചെയ്താൽ 6 കിട്ടും. അപ്പൊ അവിടെ 1 plus 5 is equal to 6 എന്ന് എഴുതിക്കോ. എഴുതിയോ? എഴുതിയോ? അതിന്റെ സബ്ട്രാക്ഷൻ ഫാക്ടർ കൂടി ഒന്ന് എഴുതിയേ. 6 minus 1 is equal to 6ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ എത്രയാ? 6ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ എത്രയാ? 6ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 5. അവിടെ 5 എഴുതിക്കോ. എഴുതിയോ? അപ്പൊ അഡീഷൻ ഫാക്ടറും സബ്ട്രാക്ഷൻ ഫാക്ടറും എല്ലാവർക്കും മനസ്സിലായല്ലോ?
മനസ്സിലായല്ലോ? മനസ്സിലാവാത്തവരാരെങ്കിലും ഉണ്ടോ? Okay, take your next page. അവിടെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, സബ്ട്രാക്ട് എന്ന് കൊടുത്തിട്ട്. അതിന്റെ ആൻസർ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? എന്താ ഷോബറ? Where are you? എന്താ മോളെ? മൂന്നാമത്തെയും നാലാമത്തെയും മൂന്നാമത്തെ നാലാമത്തെ ഒന്നുകൊണ്ട് പറഞ്ഞോ? 4 + 4 ആണ് 8. 4നോട് 4 ആഡ് ചെയ്താൽ 8 എന്ന് കിട്ടും. അതേപോലെ 8ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ 4 എന്ന് തന്നെ കിട്ടും. അതാണ് സബ്ട്രാക്ഷൻ ഫാക്ടർ. നെക്സ്റ്റ് നാലാമത്തത് 1നോട് 5 ആഡ് ചെയ്താൽ 6 എന്ന് കിട്ടും. 1 + 5 = 6. അതുപോലെ 6ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 5 എന്ന് കിട്ടും. സിക്സിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 5 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത പേജിലുള്ള സബ്ട്രാക്ഷൻ 4 - 3, 9 - 0, 8 - 2, 1 - 1, 6 - 1, 7 - 7, 9 - 4, 0 - 0. ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഒന്ന് ചെയ്ത് നോക്കിയേ. പേജ് നമ്പർ 68. പേജ് നമ്പർ 68-ലെ ആ സബ്ട്രാക്ട് എന്ന് പറയുന്നതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയേ. ആൻസർ പറയട്ടെ? ശരിയാണെങ്കിൽ യെസ് പറയണേ. ഓരോ ആൻസർ പറയുമ്പോൾ ശരിയാണെങ്കിൽ യെസ് പറയണം കേട്ടോ. 4 - 3 = 1. അത് അതിൽ കൊടുത്തിട്ടുണ്ട്. 9 - 0 = 9. Yes or no? 9 - 0 = 9. Okay, very good. 8 - 2 = 6. Yes or no? 8 - 2 = 6. Okay, very good. Seventh one. Sorry, next. 1 - 1 = 0. 1 - 1 = 0. Okay. 6 - 1 = 5. 6 - 1 = 5. Then 7 - 7 = 0. 7 - 7 = 0. 9 - 4 = 5. Ano? 9 - 4 = 5. Okay. 0 - 0 = 0. 0 - 0 = 0. എല്ലാം ശരിയാണോ എല്ലാവർക്കും? ശരിയാണോ? വെരി ഗുഡ്. അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത ഡി ക്വസ്റ്റ്യൻ ഇല്ലേ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അത് വേർഡ് പ്രോബ്ലം അല്ലേ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇപ്പൊ മിസ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ട് സബ്ട്രാക്ട് ചെയ്യാനുള്ളത് തരാം. അത് നിങ്ങൾ നോട്ടിൽ ചെയ്താൽ മതി. ഒരു 5 ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് തരാം. അത് നോട്ടിൽ ചെയ്താൽ മതി. ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ അല്ല. നോട്ടിൽ എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, എന്നിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ ഓക്കെ. അടുത്ത ഡി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. 6 ക്വസ്റ്റ്യനും കൂടെ അതിൽ ബാക്കിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. ഇപ്പൊ പറഞ്ഞാൽ അത് തീരില്ല. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പൊ എല്ലാരും മിസ് തരുന്ന ക്വസ്റ്റ്യൻസ് നോട്ടിൽ എഴുതിയെടുത്തു. എഴുതിയെടുത്തോ?
ഒന്നാമത്തത് എയ്റ്റ് മൈനസ് 3. 8 minus 3. രണ്ടാമത്തത് 7 minus 4. 7 minus 4. മൂന്നാമത്തത് 6 minus 2. 6 minus 2. നാലാമത്തത് 9 minus 6. 9 minus 6. അഞ്ചാമത്തത് 5 minus 4. ഇതിന്റെയൊക്കെ ആൻസർ നിങ്ങൾ നോട്ടിൽ എഴുതി കണ്ടുപിടിക്കണേ. ഓക്കെ, എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുത്തേ വേഗം. ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം. എഴുതി കഴിയാത്തവര് ഗ്രൂപ്പിൽ നോക്കിയിട്ട് എഴുതിയെടുക്കും. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇന്നത്തെ ക്ലാസ്. വൈൻഡപ്പ് ചെയ്യാം. കുറച്ച് മടുത്തില്ലേ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനി കുറക്കാം. ഓക്കെ, ബൈ. ടാറ്റാ, ബൈ. ഓക്കെ.